ആഹാ നല്ല മഴ. അപ്പോൾ എന്താ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? എന്തൊരു മഴയാ. അപ്പോൾ മഴയായിട്ട് ഇന്നും വീണ്ടും ഞാനൊരു ചക്ക വ്ളോഗുമായിട്ടാണ് വന്നത്. അപ്പം ചക്ക നന്നാക്കുന്ന രണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇതാ ഒരാൾ ചക്ക നന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ പറമ്പത്തുള്ളത് തന്നെയാണ്, ഇഷ്ടം പോലെ ചക്കയുണ്ട്. അപ്പം വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ വീണ്ടും ഒരു ചക്ക പറിച്ചു ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു 5-10 ചോളം മാത്രം മതി നമുക്ക്. അപ്പം അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് എന്ത് ചെയ്തു, നേരെ കഴുകി. ഇന്ന് ഞാനൊരു വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചക്കയും ചെറുപയറും കൂടിയിട്ടുള്ള ഒരു എലിശ്ശേരി പോലത്തെ ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ, ചെറുപയർ കൂട്ടിയിട്ട് ചക്ക നല്ല അടിപൊളിയായിട്ട് ഒരു കൂട്ടുകറി പരുവത്തിൽ വെക്കുന്നത്. അപ്പം ഞാൻ ചെറുപയറും നമ്മുടെ ചക്കക്കുരുവും കൂടി ഓൾറെഡി മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചുളയും കൂടി, അരിഞ്ഞ് വെച്ച ചുളയും കൂടി ഇട്ട് കുക്കറിൻ്റെ അകത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് നമ്മുടെ സാധനങ്ങളിട്ട് അടച്ച് വെച്ചൊന്ന് നമുക്കൊന്ന് ഒറ്റ വിസിൽ, 1-2 വിസിൽ മതി. വേഗം തന്നെ വെന്ത് വരും. എന്താ വെച്ചാൽ ചക്ക ഇപ്പോൾ ഒരുപാട് മഴ കാരണം വെള്ളം കുടിച്ച സമയം. അപ്പം നമ്മുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ, ജീരകം, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത്. അപ്പോൾ ഒരു കഷ്ണം സവാളയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സീൻ്റെ അകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരക്കാൻ പാടില്ല. അപ്പം ഞാനിത് നല്ല അടിപൊളി ചട്ടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അതിന് നമുക്ക് താളിക്കാൻ ആവശ്യമായ തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്ക, ചെറുപയർ, ചക്കക്കുരു എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നേരെ നമ്മുടെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കാണാനും ഭംഗിയാണ്, കഴിക്കാനും ഒരു ടേസ്റ്റാണ്. പക്ഷേ ഗ്യാസ് തീരുന്നതും നല്ല കാര്യമാണോ? അപ്പോൾ അതാ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ ആ എലിശ്ശേരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാം കൂടി നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മുടെ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം, നമ്മുടെ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി തന്നെ ചേർക്കണം. അതിനുശേഷം നമുക്ക് നല്ലോണം ഇളക്കി നമ്മുടെ ഒരു എലിശ്ശേരിയുടെ പരുവത്തിലേക്ക് ആ ഒരു ചക്ക കറി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാകത്തിനുള്ള കറി പരുവത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരൊറ്റ എലിശ്ശേരി ഉണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളി സൂപ്പറായിരിക്കും. അപ്പം ഞാനിതാ നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ താളിക്കലിലാണ് കേട്ടോ. അപ്പം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഈ താളിക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ചക്ക കൊണ്ട് പല ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട്, ചക്ക കറി പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് താളിക്കുന്നുണ്ട്. ചെറുപയറിട്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളിവിടെ ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം വെറൈറ്റിയായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലും ഈ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറ്റം വരും കേട്ടോ. ആ ഒരു തേങ്ങാക്കൊത്ത് നമ്മുടെ ആ ഒരു കറീൻ്റെ അകത്തുനിന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറോ ഒരു ടേസ്റ്റോ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് പൊതുവെ ചക്കയോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ ഈ കറി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തനിയെ കൂട്ടിപ്പോകും. കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് കൂട്ടാൻ നമ്മൾ നല്ല ചൂടോടെ കഴിക്കണം. അതിനാണൊരു പ്രത്യേക ടേസ്റ്റ്. തണുത്ത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചക്ക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണേ.